മന്ത്രി എന്നല്ലേ ചെയ്യാൻ വയ്യാത്ത എന്ത് കാര്യം ചെയ്ത് അവർക്കെതിരെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരൊരു മന്ത്രി എന്ന നിലയിൽ വിജയകരമായി കേരളത്തിന് ആരോഗ്യവകുപ്പിൽ നയിക്കുന്ന മന്ത്രിയാണ്. നിങ്ങൾ ഓരോ മണ്ഡലം എടുത്ത് നോക്ക്. ഈ പറയുന്ന എല്ലാ UDF നേതാക്കന്മാരുടെ മണ്ഡലത്തിൽ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞ 5 വർഷമായി അല്ലെ 10 വർഷമായിട്ട് മാറ്റം എടുത്ത് നോക്ക്. ഇവിടെ പിന്നെ UDFിൻ്റെ 5 വർഷക്കാലത്തെ ഭരണത്തിൽ എന്ത് ഉണ്ടായിരുന്നു ഓരോ മണ്ഡലത്തിൽ? അവിടെ നിന്ന് മാറി എല്ലാ മണ്ഡലങ്ങളിലും വമ്പിച്ച പുരോഗതി ഉണ്ടായി. അതിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി. സ്വാഭാവികമായിട്ട് ഓരോ വകുപ്പിനും മന്ത്രിമാരെന്ന നിലയിൽ അവർ ചെയ്യുന്ന വകുപ്പിനകത്ത് വരുന്ന പല ഇഷ്യൂസ് കാണും. ഇപ്പോൾ ഫിഷറീസ് വകുപ്പിൽ എന്തെല്ലാം ഇഷ്യൂസ് വരും? മന്ത്രിക്ക് ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ മന്ത്രി ഉത്തരവാദിത്തം പറയേണ്ടി വരും. മന്ത്രിക്ക് ഉത്തരവാദിത്തം ഇല്ലാത്ത കാര്യങ്ങൾ മന്ത്രി നടപടി സ്വീകരിക്കണം. ആ നടപടി സ്വീകരിച്ചിട്ടുണ്ടോയെന്ന് വെച്ച് അവരെല്ലാ കാര്യം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. റീത്ത് വെച്ച സമരം എന്ന് പറയുന്നത് അവർ ഉയർത്തെഴുന്നേൽക്കാൻ പോകില്ലേ? ഇപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ ആറന്മുള മണ്ഡലത്തിൽ അവരെ തകർക്കാൻ, കേരളത്തിൽ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നീചമായ ഉദാഹരണമാണ് റീത്ത് വന്നത്. കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ല. മന്ത്രി മാത്രം ഒരു സ്ത്രീയാണ്. അവർ കുഞ്ഞുങ്ങളുമായി കുടുംബമായിട്ട് താമസിക്കുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി അവിടെ റീത്ത് സമർപ്പിക്കുക. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ആ യൂത്ത് കോൺഗ്രസിന് പൂർണ്ണ പിന്തുണയാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കുക, ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ കലാപം ഉണ്ടാക്കി അതുവഴി 10 വോട്ടെങ്ങനെ ലഭ്യമാകുക എന്ന് ആലോചിച്ചു UDF നടത്തുന്ന അല്ലെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന കോൺഗ്രസ് നടത്തുന്ന ഏറ്റവും വൃത്തികെട്ട സമരം. ഞാൻ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുകയാണ്. കേരളത്തിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലേ? പറയട്ടെ ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംഭവിക്കും, ചിലപ്പോൾ ഭാവിയിൽ സംഭവിക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കണം. ആ നടപടി സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതിന് മന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ട പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് ചെയ്യാണ്, സംശയം എന്താ? അവരെ ബോധപൂർവ്വം ടാർഗറ്റ് ചെയ്യാണ്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ വന്നാൽ പാർട്ടി എന്നതിൽ അവർ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. സ്വാഭാവികമല്ലേ? കാരണം അവർ പോകുന്ന വഴിക്ക് അവർ തടയുക, അവരെ ആക്രമിക്കാൻ ചെല്ലുക, അവരുടെ വീട്ടിൽ കയറി ആക്രമിക്കാൻ ചെല്ലുക, അവരുടെ വീട്ടിനകത്ത് റീത്ത് വെക്കുന്നത് ശവശരീരത്തില്ല റീത്ത് വെക്കുന്നത്. ഒരു മൃതദേഹത്തിൽ ലോകത്താരെങ്കിലും ചെയ്യുമോ? ഇത്ര മനുഷ്യത്വം ഇല്ലാത്തവന്മാരാണോ ഇവര്? അല്ലല്ല, പ്രശ്നം നേരിടുന്നത് നിങ്ങൾ പറയുന്നത് ഈ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ പറയുന്ന കാര്യമാണ് പ്രശ്നം. എന്നാൽ ഒറ്റപ്പെട്ട പ്രശ്നങ്ങളെ നമ്മൾ ഊതി ഉറപ്പിക്കുക. ഇതിനു മുമ്പ് പ്രശ്നം ഉണ്ടായിട്ടില്ലേ? പറയട്ടെ, ആ പ്രശ്നങ്ങളിൽ മേൽ ഗവൺമെന്റ് നടപടി സ്വീകരിക്കുകയും ഭാവിയിൽ അത്തരം പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള ഇടപെടലുമാണ് ആവശ്യം. അത് മന്ത്രി എന്ന ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത്. നൽകുന്നില്ല, അവരെ വേട്ടയാടുകയല്ലേ.